Momma's dishwash liquid. Soft on hands. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ആ നിങ്ങളെ ആരെങ്കിലും ഒരാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എങ്കിൽ, ആരെങ്കിലും ഒരാൾ വഞ്ചിക്കുകയാണ് എങ്കിൽ അയാൾക്കെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും. അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാപിറ്റൽ വിഷനെതിരെ നിലപാടെടുക്കാൻ ഞങ്ങൾ തയ്യാറായത്. കാരണം അയാൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇനി അയാളെ പറ്റിക്കാൻ അനുവദിക്കരുത് എന്നുള്ള നിശ്ചയദാർഢ്യം ഞങ്ങൾ നിലപാടായി എടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിന്ന് അയാൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് മറുപടിയുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ യൂട്യൂബ് ചാനലിൽ അയാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അയാൾ ആർക്കാണ് മറുപടി നൽകിയത് എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ തപ്പുകയാണ്. കാരണം സുനിത ദേവദാസിനെ എന്തിനാണ് തെറി വിളിച്ചത് എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് വസ്തുതാപരമായ മറുപടി നൽകാൻ അയാൾ തയ്യാറായില്ല. അത് മാത്രമല്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ വിശുദ്ധ ഖുർആനെ ഉപയോഗിക്കുകയും ചെയ്തു. നരേന്ദ്രമോദിയും അമിത്ഷയും യോഗിയും ഒക്കെ പ്രതിസന്ധി വരുന്ന സമയത്ത് ഹിന്ദു സമുദായത്തെ ഉപയോഗിക്കുന്നത് പോലെ ഇയാൾ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഗൗരവം കൃത്യമായി മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആനിലെ കാഫിറൂൻ സൂറത്തിലെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചാണ് ഇയാൾ രംഗത്ത് വന്നത്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ തുടങ്ങുന്ന ആയത്ത് ഓതിക്കേൽപ്പിച്ച് ഇയാൾ വലിയ വിശുദ്ധനാകാൻ ശ്രമിച്ചു. എന്നാൽ ഈ ആയത്ത് ഓതിക്കേൽപ്പിച്ച ഇയാൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. ഇയാളുടെ ഒരു ശബ്ദരേഖ നമുക്ക് കേൾക്കാം. ഇയാളുടെ വായിൽ നിന്ന് വന്ന ആയത്തുകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ഇയാളുടെ ഈ വോയിസ് അഥവാ ഈ ശബ്ദരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതെ, മതിയടി പകച്ച് തേപിടിച്ച് എന്നോട് ഞാൻ സംസാരിക്കണ്ട. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യേ. എന്നെ ചതിച്ച രക്തബന്ധം ആരാന്ന് എനിക്ക് നാളെ അറിയണം. എല്ലാത്തിന്റെ മയ്യത്ത് ഞാനെടുത്ത് ഞാനും ചാവും. വെച്ചിട്ട് പോടി ഒരുമ്പെട്ട പകച്ചി മൈരത്തി നായി. ഓ, ചെകിട് പൊട്ടിപ്പോയി അല്ലേ? ബീപ്പ് ഇട്ടിട്ടാണ് നിങ്ങൾ ഇത് കേട്ടത്. ഞാനിത് കേട്ടത് ബീപ്പ് ഇടാതെയാണ്. എൻ്റെ അമ്മോ, എൻ്റെ BP തന്നെ കുറഞ്ഞു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പച്ചത്തെറിയാണ് ഇയാൾ വിളിക്കുന്നത്. ഈ വിളിയിൽ നിങ്ങൾക്കൊരു പ്രത്യേകത അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. കാരണം നീ എന്താ വിളിച്ചത്? എടാ റോഷൻ എന്നാണോ? ആരാണ് ഈ റോഷന്? നമുക്കറിയണ്ടേ. നമുക്ക് മാതൃഭൂമിയിലെ ഒരു വാർത്ത കണ്ടാലോ? ആരോഗ്യ പ്രശ്നങ്ങളുള്ള തന്റെ മകന് കൗൺസിലിംഗ് നൽകുന്ന കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞാണ് റോഷൻ എന്ന വ്യക്തി തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ പരാതി. പ്രതിക്കെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി മാറാട് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ ആളെ പിടികിട്ടിയല്ലോ. SKയും ഷെനീത്തും റോഷനുമൊക്കെ ദാ ഈ പറയുന്ന ക്യാപിറ്റൽ വിഷനിലെ അവതാരകനാണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത് ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഇയാള് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ചന്ദനക്കുറിയൊക്കെ ധരിച്ച ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഖാദർ കരിപ്പൊടി എന്നെ വലിയ രീതിയിൽ വിമർശിച്ചു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചന്ദനക്കുറിയും നല്ലൊരു കുർത്തയും നല്ലൊരു മുണ്ടുമെടുത്ത് നമ്മുടെ ഹൈന്ദവനായ ഒരു സഹോദരനെ കാണാൻ വല്ലാത്ത രസമാണ്. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ രീതിയിൽ വേഷമണിഞ്ഞു വരുമ്പോൾ ഞാനത് ആസ്വദിക്കാറുണ്ട്. അവരെ കാണുമ്പോൾ വല്ലാത്ത രസം തോന്നാറുണ്ട്. കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ആ പവിത്രത നമുക്ക് അതിൽ കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ അങ്ങനെ ധരിച്ചു വരുമ്പോൾ ഒരു പന്തികേട് എനിക്ക് അനുഭവപ്പെട്ടു. ആ പന്തികേട് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ആ ചിത്രത്തെ മുന്നിൽ നിർത്തിയിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇവന് പൊള്ളിയത്. പക്ഷേ ഇവൻ പറയുന്നുണ്ട് ആ ചിത്രം എൻ്റെ ആൽബത്തിലേതാണ് എന്ന്. എങ്കിൽ ക്യാപിറ്റൽ വിഷനെ, അതുപോലെ തന്നെ പൊന്നുമോനെ SK, റോഷ, നിന്നോട് ചോദിക്കുകയാണ്, ഈ ചിത്രം ഏത് ഷോർട്ട് ഫിലിമിലേതാണ്? ഈ ചിത്രം ഏത് ആൽബത്തിലേതാണ്? ഈ ചിത്രം ഏത് കോപ്പിലെയാണ് എന്നുള്ളത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. കാരണം നീ ഈ ചിത്രം അയച്ചു കൊടുത്തത് ആർക്കാണ്? നീ ഇതിലൊരു കുറി വെച്ചിട്ടുണ്ടല്ലോ, ഈ ചിത്രം അയച്ചു കൊടുത്തത് ആർക്കാണ്? അത് നീ ഒന്ന്
പറഞ്ഞു തരേണ്ടതുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് നീ അയച്ചു കൊടുത്ത ആളെ ഞങ്ങൾക്ക് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഇയാളുടെ ആ കള്ളം പൊളിഞ്ഞത് ഒന്ന് നല്ല രീതിയിൽ ആഘോഷിക്കുക. കാരണം മറുപടി കൊടുത്തുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കുക. ആ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വഞ്ചിച്ചതാണ് ഇയാൾ. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഒരുപാട് പരാതികളുണ്ട്. ആ പരാതികൾക്ക് മൂർച്ച കൂട്ടുന്ന ചില ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഫോട്ടോയിലുള്ള ആളെയും ഞങ്ങൾക്കറിയാം കേട്ടോ. എസ്കെമോനെ അതും ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാണുക ഈ ചിത്രങ്ങളൊക്കെ. ഇതൊക്കെ ഇയാളുടെ ചില കാര്യങ്ങളാണ്. അത് നമുക്കിവിടെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇയാൾ പറയുന്നു എനിക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് നിങ്ങൾ തെളിവ് നൽകുക എന്ന്. അങ്ങനെ ആയിക്കൊള്ളട്ടെ, തെളിവ് നൽകാൻ ഞങ്ങൾ തയ്യാറുമാണ്. നീ കൊയിലാണ്ടിയിലെ കുട്ടികളെ പീഡിപ്പിച്ച കഥയുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് നിനക്ക് ഞങ്ങൾ നൽകിയാലെന്തേ? ബാലാവകാശ കമ്മീഷൻ നിനക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞ റിപ്പോർട്ട് നിനക്കെതിരെ നൽകിയാലെന്തേ? അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള FIR നിനക്ക് നൽകിയാലെന്തേ? ദാ കണ്ടോളൂ, രേഖകളാണ് നൽകുന്നത്, തെളിവുകളാണ് നൽകുന്നത്, സർക്കാരിന്റെ രേഖകളാണ് ഇത്, അധികൃതരുടെ രേഖകളാണ്, അധികാരികളുടെ രേഖകളാണ്. ഈ രേഖകളെ നീ എങ്ങനെ മോനെ പൊളിച്ചെടുക്കും? എന്തായാലും കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള ഞങ്ങളുടെ ആരോപണം ദാ ഈ രേഖയിൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. നേരത്തെ നീ ആരോപണമാണ് എന്ന് പറഞ്ഞു, ഇതിലൂടെ അത് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നീ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഖാദർ കരിപ്പൊടിയുമായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് എന്ന്. എന്ത് പച്ച കള്ളമാണ് നീ പറഞ്ഞത്! എന്തൊരു മോശമാണ്! ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? നീ ഇത് പറയുമ്പോൾ നോർമൽ ഉണ്ടായിരുന്നില്ലേ? കാരണം നീ എനിക്കയച്ച ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് നീ കാണിച്ചത്. ഞാനിത് ഇവിടെ കാണിച്ചു തരാം. അതായത് ഒരു പ്രാവശ്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജിനെ കുറിച്ച് ഓർമ്മയില്ല, കാരണം ഇവനെ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വന്ന ഒരു മെസ്സേജാണ്. അതായത് ഇവൻ എനിക്ക് ഇങ്ങോട്ടൊക്കെ അയച്ചിട്ട് സലാമൊക്കെ പറയുന്നു. സലാം പറഞ്ഞിട്ട് പറയുന്നു ഐ ആം ഫ്രം ക്യാപിറ്റൽ വിഷൻ 24x7 എന്ന്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും, ക്യാപിറ്റൽ വിഷൻ എന്നത് ഒരു യൂട്യൂബ് ചാനലാണോ എന്ന്. കാരണം ഇവൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞാൻ സംശയത്തിൽ ചോദിച്ചതാണ് അങ്ങനെയാണോ എന്നുള്ളത്. എന്നിട്ട് ഇവൻ താഴെ മറുപടി തരുന്നു, ഞാൻ നിങ്ങളുടെ വലിയ ആരാധകനാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ശബ്ദം ഇഷ്ടമാണ്. അങ്ങനെ എന്നെ ഒരുപാട് പൊക്കിയടിക്കുന്നു. അങ്ങനെ പൊക്കിയടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതല്ലേ, ഞാൻ പറയുന്നു ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈക്ക് കൊടുത്തിട്ട് അവസാനിക്കുന്നു. എന്നിട്ട് ഇവൻ പറയാണ് ഇവന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇവന് ആ സമയത്ത് ഇവന്റെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ നമ്പറിലേക്ക് എൻ്റെ നമ്പറിൽ നിന്ന് ഒരു കോളെങ്കിലും പോയതായിട്ട് നീ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കും. ഞാൻ ഈ പണി അവസാനിച്ചിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോകും. നീ വിളിക്കുന്നിടത്ത് വരാൻ ഞാൻ തയ്യാറാണ്. തത്സമയ സംപ്രേഷണത്തിന് നീ തയ്യാറാണോ? ലൈവിന് നീ തയ്യാറാണോ? നിനക്ക് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചത് നിനക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? എന്തിനാണ് നീ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ? എങ്കിൽ നീ രക്ഷപ്പെടില്ല, നീ പെട്ടു. നീ എൻ്റെ സഹപ്രവർത്തകൻ യദു നാരായണനെ ഒന്ന് കൊട്ടിയെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? നീ വലിയ ഡയലോഗ് അടിച്ചല്ലോ, മറുനാടൻ മലയാളിയിലെ ഉപ്പും ചോറും തിന്നിട്ടാണ് യദു വളർന്നത് എന്ന്. അതേടോ, അവൻ മറുനാടൻ മലയാളിയിൽ ജോലി ചെയ്ത ആളാണ്. നീയുമായി ബന്ധപ്പെട്ട മറുനാടൻ്റെ ഒരു സ്റ്റോറിയുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. അവൻ ഉപ്പും ചോറും തിന്നപ്പോൾ ആ ഉപ്പും ചോറിൽ സംഗീയുടെ മണമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഗുഡ് ബൈ പറഞ്ഞിട്ട് ആണത്തത്തോടെ ആർജവത്തോടെ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയിട്ട് നെഞ്ചും വിരിച്ചു നിന്നവനാണ് യദു നാരായണൻ. ആ യദു നാരായണനെ കൊട്ടിയേക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ കക്ഷത്ത് ഇങ്ങനെ വെച്ചാൽ മതി മോനെ. നീ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു ഖാദർ കരിപ്പൊടി എന്നെ സംഖ്യ എന്ന് വിളിച്ചു എന്ന്. ഞാൻ BJP IT സെല്ലിന്റെ ഒരാളാണ് നീ എന്ന് സംശയിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ സംശയമില്ല. കാരണം നിന്റെ യൂട്യൂബ് ഹിസ്റ്ററി ഞങ്ങൾ വ്യക്തമായി പരിശോധിച്ചു. അത് ഗൂഗിളിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി പറ്റും. ആ ഹിസ്റ്ററിയിൽ എനിക്ക് കണ്ട ചില കാഴ്ചകളുണ്ട്. അതായത് പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇവന് ചില വീഡിയോകൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, എന്നാൽ ചില വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ വീഡിയോ നാളുകളിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഡിലീറ്റ് ചെയ്ത വീഡിയോ ഞങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനെ ഇവന് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന
വീഡിയോകളിൽ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവൻ മറുനാടനുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ചിലതൊക്കെ ഇവൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മറുനാടൻ മലയാളിയെ വലിയ രീതിയിൽ വെല്ലുവിളിച്ച വാർത്തകളൊക്കെ ഇപ്പോൾ ഇവന്റെ യൂട്യൂബിൽ കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം. ചിലത് ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ തെളിവോടുകൂടി പറയുന്നു, ദാ ഈ വീഡിയോ ഇവൻ പ്രൈവറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അടുത്തത് മറുനാടനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത, അതായത് മറുനാടൻ മലയാളിയിലെ ഷാജൻ സക്കറിയയുടെ ഭാര്യ അറസ്റ്റിലേക്ക് എന്ന് പറയുന്ന വീഡിയോ ഇവൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത് ചെയ്തത്? അതുപോലെ തന്നെ സാജന്റെ ഭാര്യയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സംഘപരിവാറിന് അനുകൂലമായി നിൽക്കുന്ന നിലപാടെടുക്കുന്ന മറുനാടൻ മലയാളിയെ ഇവൻ പറഞ്ഞ ചില വാർത്തകൾ എന്തിനാണ് മറച്ചു വെച്ചത്? അതാണ് സംഘി എന്നുള്ള ഒരു സൂചന സംഘിയിലേക്കുള്ള ഒരു സൂചന. ബാക്കിയുള്ളത് പിന്നീട് പറഞ്ഞു തരാം. പിന്നെ അമിത്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അമിത്ഷാ ചത്തു, അമിത്ഷാ മരിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ ഇവൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഒപ്പം സുനിത ദേവദാസിനെ ഇവൻ പറഞ്ഞ വീഡിയോ, തെറിയഭിഷേകം നടത്തിയ വീഡിയോ രാത്രിയിൽ ആരോ കൊണ്ടുപോയി എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് തെളിയിച്ചു തരട്ടെ, ദാ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി ഇവൻ വെച്ചിരിക്കുകയാണ്. ഇത് വെറുതെ പറയുകയല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. യൂട്യൂബിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സാങ്കേതികപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് പുതിയ കാലമല്ലേ, അങ്ങനെ ലഭിച്ച ഒരു കാര്യമാണ് ഇവൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഒപ്പം ഹെലനോസ് പാർട്ടയെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടുള്ളത് അത് അവന്റെ സ്വാതന്ത്ര്യമാണ്, ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇവന് എന്നെയും കൂടി അതിൽ വിമർശിച്ചു. ആ വീഡിയോ ഇവന് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട് എന്ന്. ആ കേസ് കൊടുത്തത് ഹെലനോസ് പാർട്ടിയാണ്. അത് ഈ വീഡിയോക്കെതിരെയാണ്. ആ വീഡിയോയും പ്രൈവറ്റ് ആണ്. ഇതാ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇവന് ഡിലീറ്റ് ചെയ്ത വീഡിയോകളൊക്കെ ഉണ്ട്. യതീഷ് ചന്ദ്രയെ വിറപ്പിച്ച് പിണറായി എന്നൊക്കെ പറയുന്ന വീഡിയോ ഇവന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ എല്ലാ തെളിവുകളും നിങ്ങൾക്ക് നൽകി. ഇനിയുമുണ്ട് ഒരുപാട് കഥകൾ. ആഭിചാരക്രിയ നടത്തുന്ന ഇവന്റെ ചില ഞെട്ടിപ്പിക്കുന്ന കഥകളുണ്ട്. അതുമായി ഞാൻ വരാം, നോക്കിയിട്ട് നമുക്ക് വരാം. കാരണം എനിക്ക് ഈ വീഡിയോ തന്നെ ധാരാളം എന്ന് തോന്നുന്നുണ്ട്. പ്രേക്ഷകരെ സഹകരിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ തന്നെ ധാരാളമാണ്. കാരണം ഇതുപോലെയുള്ള ആളുകളുടെ പച്ച മുഖങ്ങൾ നമ്മൾ വലിച്ചു കീറേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് അർണബ് ഗോസ്വാമി അറിയുമോ? ആരായിരുന്നു അർണബ് ഗോസ്വാമി? കോൺഗ്രസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ശബ്ദമായി നിന്ന അർണബ് ഗോസ്വാമി ഇപ്പോൾ ആരാണ്? BJPയുടെ എല്ലാമായ ഒരു മാധ്യമ പ്രവർത്തകനായി മാറിയിരിക്കുന്നു. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പിന്തുണ വാങ്ങിയിട്ട് അവരെ ടോട്ടലി തല തിരിച്ചു വിടാനുള്ള സൈക്കോളജിക്കൽ മൂവിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നു, മറുപടികൾ ഇനി ഒരുപാടുണ്ട്. ദുരൂഹതകളാണ്. ഇവന്റെ വാർത്തകളിലെ വസ്തുതകൾ ചോദിച്ച് ഇവനെ വെല്ലുവിളിച്ചു. ഇവനെ തരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അമിത്ഷാ ചത്തു എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചു. ഇവന് നൽകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഇവന് ഇപ്പോഴും മറുപടിയില്ല. പക്ഷേ ഇവന് മറുപടി നമ്മുടെ ആദ്യം പറഞ്ഞ രീതിയിൽ വിശുദ്ധ ഖുർആനൊക്കെ കൊണ്ടുവന്നിട്ട് അതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അനുവദിക്കരുത്. സത്യങ്ങൾ ഇനി പുറകെ വരിക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mama's dishwash liquid. Soft on hands.